പാലക്കാട് 6th പഠിക്കുന്നത്. 7th പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഭാവിക ക്യാമ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, എനിക്ക് ഇത്തിരി താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം വരെ. അമ്മയാണ് എല്ലാം കൊടുത്ത് അതാക്കിയത്. പിന്നെ ഇവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൂടി വരാൻ താല്പര്യപ്പെട്ടത്. ഞാൻ ആദ്യത്തെ ക്യാമ്പാണ്. ഞങ്ങൾ അത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര ഒരു നല്ലൊരു ക്യാമ്പ് കിട്ടുമെന്ന്. ഫുഡൊക്കെ ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓരോ സെക്ഷനായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ക്ലാസ് എന്ന് പറയുന്നത് സന്തോഷ് സാറിന്റെ ക്ലാസ്സാണ്. അതിൽ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. ഫുഡൊക്കെ ഇത്രയും കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമുണ്ട്. നല്ലൊരു ഹോസ്റ്റലൊക്കെയാണ്. സ്കൂളൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഇവള് പറഞ്ഞ പോലെ തന്നെ ആ സെഷൻ തന്നെയായിരുന്നു. പിന്നെ ദേവിക മാഡത്തിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ. പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. മൈസെൽഫ് ഭവ്യ, ഫ്രം ജയന്തി പാലക്കാട്. ഇനി 12th ഞാൻ രഞ്ജന, ജയന്തി പാലക്കാടാണ്. ഇനി 12th. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് വൈകുന്നേരം അശോക് സാറിൻ്റെ സെഷനാണ്. ഗെയിംസ് ആയിരുന്നു. സാറ് വന്നപ്പോൾ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗെയിംസും എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു താല്പര്യം. അപ്പോൾ സാറ് നിറയെ ഗെയിംസ്, അപ്പോൾ നല്ല ആക്റ്റീവായി എല്ലാവരും. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളുകാരെ മാത്രം അറിയില്ലായിരുന്നു. സാറ് വന്നപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. വേറെ സ്കൂളത്തെ ആൾക്കാരെയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എൻ്റെ പേര് ഡാനിയൽ സന്തോഷ്. ഞാൻ 10th പഠിക്കുന്നത്. ഞാൻ വന്നത് ഭാരത് മാത CMI പബ്ലിക് സ്കൂളിൽ നിന്നാണ്. എൻ്റെ സ്കൂളിൽ നിന്നാണ് ഞാൻ ഭാവികയെക്കുറിച്ച് അറിയുന്നത്. ഇവിടെ വെച്ചാണ് ജിജി തോമസൻ സാറിനുമായിട്ട് കണ്ടുമുട്ടാൻ സാധിച്ചത്. ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം നല്ലതായിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിച്ചു ഈ ക്യാമ്പിലൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് അശോക് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ സാറ് എല്ലാ കാര്യങ്ങളും ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് വെച്ചത്. എല്ലാ കാര്യങ്ങളും ഗെയിമിലൂടെ പറഞ്ഞു തന്നുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡും അക്കോമഡേഷനൊക്കെ നല്ലതായിരുന്നു. രാത്രി കൾച്ചറൽ പ്രോഗ്രാം കണ്ട് കുറേ പേര് പാട്ടുകളും ഫ്ലൂട്ട് വയ്ക്കുകയൊക്കെ ചെയ്തു. അതും ഇഷ്ടപ്പെട്ടു. മിസ് ഞങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ സിലബസ് എല്ലാം ഡീകോഡ് ചെയ്ത് തന്നു. അത് എങ്ങനെ പഠിക്കണം, എക്സാം എത്ര മാർക്കിനാണ്, എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതും ഒരു നല്ലൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, ഞാൻ ആതിര ശിവരാമൻ, ജയന്തി പാലക്കാട് നിന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ എക്സ്പെക്ടേഷൻസ് എല്ലാം മാറിയത്. ഒരു സാധാ നോർമൽ ക്യാമ്പ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനപ്പുറം നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറെ ക്ലാസ്സസ് ആയിരുന്നു. നിനക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ആശിഷ്. ഞാനിപ്പോ 10th ക്ലാസ്സിലേക്ക് പോകുന്നു. ഭാരത് മാത സ്കൂളിലാണ് പഠിക്കുന്നത്. അശോക് നിർമ്മാർ എന്ന സാറിന്റെ ഒരു ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു. സാധാരണ ലെക്ചറൊക്കെ കേൾക്കുമ്പോൾ ഇന്ററാക്ഷനോ അഥവാ ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് നമുക്ക് വെറുതെ കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദരിക്കുന്നത് അതെ, ശരിക്കും ഇവര് സെലക്ട് ചെയ്ത ക്യാമ്പസ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഹോസ്റ്റൽ സ്റ്റേക്ക് ഞങ്ങൾക്ക് വന്ന ഹോസ്റ്റലായാലും നല്ല അടിപൊളിയായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന സ്റ്റുഡൻസിനായാലും വേറെ ഒന്നിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫുഡ് കഴിക്കുന്നതിനായാലും നല്ല ഫുഡാണ് ഇവർ തന്നുകൊണ്ടിരുന്നത്. എല്ലാം വന്ന് അന്വേഷിക്കണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് പിന്നാലെ വന്ന് ചോദിച്ച് വേണ്ടതെല്ലാം കറക്റ്റാക്കി തന്നു. അത് ഭയങ്കര നല്ലൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നു. കാരണം ഒരു ക്യാമ്പ് വന്നപ്പോൾ ശരിക്കും ഞാൻ ഞാൻ ഇതുവരെ ഒരു ക്യാമ്പിൽ പോയിട്ടില്ല. ഒരു സാധാ NCC ക്യാമ്പ്സ് അങ്ങനെയല്ല, ഞാൻ വേറെ ഒരു ക്യാമ്പിൽ പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ്. എനിക്ക് ആ ക്യാമ്പ് വളരെ ഇഷ്ടമായി. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതുപോലെയായിരുന്നു ഇവിടുത്തെ ഓരോ ബിഗ് പേഴ്സണാലിറ്റീസും ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് വൈസ് ഗെയിംസ്, അതിൻ്റെ അടുത്ത് കോമ്പറ്റീഷൻസ്. ആദ്യം ഒരു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കൾച്ചറൽ. പക്ഷെ ഇപ്പൊ പോകുന്ന സമയത്ത് എല്ലാവരും കുറച്ച് മിങ്കിൾഡ് ആണ്. ആക്ച്വലി എല്ലാവരും ഭയങ്കര ഹൈലി ടാലന്റഡ് ആണ്. അതിന്റെ കാലിബർ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ക്യാമ്പിൽ വന്നിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ആക്ച്വലി നല്ലൊരു ക്യാമ്പാണ്. എനിക്ക് ഇനി അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഉറപ്പായി അറ്റൻഡ് ചെയ്യും. എന്റെ ഫ്രണ്ട്സിനായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ പറയുന്നു. ഹലോ, ഞാനിപ്പോൾ വലിയ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ലാസ്റ്റ് 3 days ആയിട്ട് എലിമേറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിക നടത്തുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു ക്യാമ്പിൽ വന്നത്. പക്ഷേ എക്സ്പീരിയൻസുകൾ എത്രയോ മികച്ചൊരു ക്യാമ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
നമ്മളൊരു ലൈഫ് ഓറിയന്റേഷൻ ക്യാമ്പായിട്ട് നമുക്കൊരു കോറിവ് ലെക്ചേഴ്സ് കുറേ ക്ലാസ് എടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഇവിടെ. നമുക്ക് എല്ലാവരും നമുക്ക് ലെക്ചേഴ്സ് എടുത്ത എല്ലാവരും അതാത് മേഖലയിൽ ആ ടോപ്പിൽ നിൽക്കുന്ന മികച്ചവരായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയി നമ്മളതിൻ്റെ അത്രയും ഇമ്പാക്റ്റാണ് അത് ക്ലാസ് എടുത്ത് തന്നെ. ഞങ്ങളുടെ ഒരു മനസ്സിൽ ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടില്ലേ. നമുക്ക് ഓരോ ടോപ്പിക്കും അത്ര ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വരെ ക്ലിയർ ചെയ്യാൻ എല്ലാവരും റെഡി ആയിരുന്നു. എൻ്റെ പേര് അനഘ, ഞാൻ ജയന്തി പാലക്കാട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അഭിനവ്, ഞാനും ജയന്തി പാലക്കാട്. ഫുഡൊക്കെ ശരിക്കും സൂപ്പറാണ്. ഇവിടെ അക്കോമഡേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശരിക്കും ഇത്രയും വലിയ ക്യാമ്പസ് പറയുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം ഇവിടെ കാണാൻ. ശരിക്കും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഭാവിക ടീം പറയുന്നത് തന്നെ ഒരു സ്ട്രോങ് ടീമാണ്. ഇന്നലെ വന്ന അശോക് നിമ്മാണ് ആ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്. എൻ്റെ പേര് അമൽ എന്നാണ്.